കുട്ട പഴയ ബ്രേക്കല്ലേ പിടിച്ചാൽ നിൽക്കൂല. നീ പോയി ആളെ ഇറക്കാൻ നോക്കടാ. ഞാൻ തന്നെ ഓട്ട് ഞാൻ നീന അത് നോക്ക്, അവിടെ പോവാം. വേഗം ആട്ടെ നീന, ഇരുട്ടുന്നതിന് മുമ്പേ ആളെ കണ്ടുപിടിക്കണം. തനിക്കെന്താ ഒരു മൂടോ? അവിടെ ഇപ്പൊ നമ്മളെ കാണാതെ വല്ലാത്തൊരു ബഹളമായി കാണുമല്ലേ? നീന ലിവ് ഇറ്റ് പ്ലീസ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്കിനി നമ്മൾ മാത്രമേ ഉള്ളൂ. ആ അഡ്രസ് എവിടെ? RS കൈമൾ സൂപ്പർവൈസേഴ്സ് ക്വാർട്ടേഴ്സ് A5 ഗ്രീൻ വാലി എസ്റ്റേറ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാർട്ടേഴ്സ് ഇത് തന്നെ. പക്ഷേ ഈ എസ്റ്റേറ്റിൽ RS കൈമൾ ഒരു സൂപ്പർവൈസർ ഇല്ല. ഞാനാ ഈ ക്വാർട്ടേഴ്സ് താമസിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും കളിപ്പിച്ചതായിരിക്കും. അല്ല സാർ, ഈ പറയുന്ന ആള് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. RS കൈമൾ അല്ലെങ്കിൽ സൂപ്പർവൈസർ സദാനന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയുന്നാണല്ലോ സദാനന്ദൻ ചേട്ടൻ പറഞ്ഞത്. എന്ത് സദാനന്ദൻ എന്നാ പറഞ്ഞത്? സൂപ്പർവൈസർ സദാനന്ദൻ. സൂപ്പർവൈസർ സദാനന്ദൻ ആലുവക്കാരൻ അല്ലേ? അതെ സാർ. ആ, അങ്ങനെ ഒരു സദാനന്ദൻ ഇവിടെ ഉണ്ട്. കുറ്റിയെങ്കിൽ കുറ്റി. എന്നാലും അങ്ങനെ അഡ്രസ് മാറിപ്പോൻ വഴിയില്ലല്ലോ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇത് പിടിക്കേ ചേട്ടാ. എന്താ രഞ്ജി? സദാനന്ദൻ ചേട്ടാ അവിടെ നിന്നേ. ഞാൻ സഹദേവനല്ല. സദാനന്ദൻ ചേട്ടാ, ചേട്ടാ ഏയ് അവിടെ നിന്നേ. ഒരു കാര്യം പറയട്ടെ ചേട്ടാ. സദാനന്ദൻ ചേട്ടാ ഓടല്ലേ, ഞാൻ കാര്യം പറയട്ടെ. അവിടെ നിൽക്ക ചേട്ടാ. അയ്യോ അയ്യോ ക്ലാപ്പിലായ. അയ്യേ, ഇയാൾക്കെന്താ വട്ടായോ? ഏറ്റില്ലേ? സദാനന്ദൻ ചേട്ടൻ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോ? சேட்டனா? நான் சேட்டனா? யோ, நீ இந்த ஊருக்கு புதுசு, நான் இந்த ஊருக்கு கண்கண்ட தெய்வம். സദാനന്ദൻ ചേട്ടാ போடாப்பா. படையப்பா 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 படையப்பா. സദാനന്ദൻ ചേട്ടാ സോറി ചേട്ടാ, എനിക്ക് ആള് തെറ്റിപ്പോയി. ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബന്ധു എനിക്കുണ്ട്. പേര് സദാനന്ദൻ. അയാളുടെ വീട്ടിലെ ഒരു വിവരം പറയാൻ. എന്ത്? അയാളുടെ ഭാര്യ. ഭാര്യ? വെറും ഒരു അന്യനായ ചേട്ടനോട് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? രഞ്ജി, എന്റെ സനുക്ക് എന്ത് പറ്റി? എന്റെ സനുക്ക് എന്ത് പറ്റിയെന്ന്? ഒന്നും പറ്റിയില്ല. പിന്നെ നീ എന്താ പറഞ്ഞത്? പടയപ്പ പോടാപ്പ ഊருக்கு കൺകണ്ട ദൈവം. നാട്ടിൽ വന്ന് എന്തൊരു തള്ളായിരുന്നു. ഗ്രീൻ വാലി എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ, കാറ്, ക്വാർട്ടേഴ്സ്, പൂത്ത കാശ്. ആഹാ, ഞാൻ കണ്ടു, എല്ലാം കണ്ടു. ക്ഷമിക്കണം മോനെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആട്ടെ, എന്തിനാ നിന്നെ ഇങ്ങോട്ട് പണ്ടാരടക്കിയത്? പറയാം. എന്തായാലും ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഈ പട്ടിക്കാട്ടിലേക്ക് വന്നത് മഹാമണ്ഡത്തരായി. വീട്ടുകാരുടെ കണ്ണീന്ന് മാറിയിക്കാൻ എനിക്ക് വേറെ സ്ഥലമില്ലെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? ഇപ്പൊ തന്നെ ഈ കേരളം മുഴുവൻ അച്ഛൻ തിരയുകയായിരിക്കും. ഞാൻ പിന്നെ വേറെന്താ ചെയ്യുക? ഒരു ലോഡ്ജ് പോലും ഇല്ലാത്ത സ്ഥലമായത്. പിന്നെ നിങ്ങൾ എവിടെ പോയി തങ്ങും? നിങ്ങൾ പറയും, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേട്ടൻ സഹായിക്കണം. സഹായിച്ചേ പറ്റൂ.
ഇവിടെ വലിയൊരു മുതലാളിയുണ്ട്, ജെയിംസ് സാർ. അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ കേസാണെന്ന് പറഞ്ഞാൽ ചൊട്ടയ്ക്ക് സമ്മതിക്കത്തില്ല. എന്നെ ഈ നാട്ടുകാർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. നിങ്ങൾ പോയി കരഞ്ഞ് കാല് പിടിച്ചാ തീർച്ചയായും സംഗതി നടക്കും. എന്റെ പേര് മിസ്യൂസ് ചെയ്യരുത്, ഓക്കെ? ഓ ഷുവർ. ആ ശരി, ഓക്കെ. ആരാ? മനസ്സിലായില്ല. ഞാൻ രഞ്ജിത്ത്, ഇതെന്റെ വൈഫ് നീന. ഞങ്ങള് ഇവിടെ ഒന്ന് പെട്ടു. താമസിക്കാൻ റൂം ഒന്നും കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറൊന്ന് മനസ്സ് വെച്ചാൽ ഒരു രാത്രി ഞങ്ങളെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. സോറി മിസ്റ്റർ രഞ്ജിത്ത്, എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും. നോ, ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ എന്റർടൈൻ ചെയ്യാറില്ല. എനിക്ക് അല്പം തിരക്കുണ്ട്. ഒന്ന് പുറത്തേക്ക് പോകണം, പ്ലീസ്. വാ. നീന, നിന്റെ വേഷമാറിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന ഇതാ, ഹോട്ടൽ മുറിയും വീടും ഒന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ്. നമ്മളും നമ്മളുടെ മോഹങ്ങളും നീലാകാശവും നക്ഷത്രങ്ങളും സാക്ഷി. വെരി റൊമാൻറ്റിക്, ഇതിന്റെ നീലാകാശം, നക്ഷത്രങ്ങൾ, ഏതെന്തോളം. പക്ഷേ ആദമിന്റെ അവയുടെ അടുത്ത് 3 വില്ലന്മാരെ ദൈവം പോലും പ്രതീക്ഷിച്ചു കാണത്തില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ എന്താ രക്ഷിക്കണം സാർ. നിങ്ങൾ എന്ത് വിഡിത്തമായി കാണിച്ചത്? പ്രായമായ ഒരു പെണ്ണും കൊണ്ട് രാത്രി ഈ നേരത്ത് കറങ്ങാൻ വെച്ചാൽ ഞങ്ങൾ പിന്നെ എവിടെ പോകും സാർ? ഈ നാട്ടിൽ ഒറ്റ പരിചയക്കാരില്ല ഞങ്ങൾക്ക്. ആ ശരി ശരി, വന്നു. നിങ്ങൾ കയറി, എന്റെ വീട്ടിലോട്ട് പോവാം. കിളിവാതിലിൽ മുട്ടി വിളിച്ചത് സാറോ. പുഷ്കര, എന്തോ നമ്മുടെ ഔട്ട് ഹൗസില് ഉവ്വ. ഇവർക്ക് റൂം തുറന്നു കൊടുക്ക്. അല്ല അതിൽ അപ്പടി പൊടിയാ സാറേ. അതെന്താ, എന്തും ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല അത് എക്സ്ക്യൂസ് ഒന്നും വേണ്ട, ആരെങ്കിലും വിട്ട് ക്ലീൻ ചെയ്യിക്ക്. അയ്യോ അത് അമ്മണി കിടന്നു. എന്നാ താൻ ചെല്ല്. അയ്യേ അതിനൊന്നും എന്നെ കിട്ടില്ല. താൻ പോയി ക്ലീൻ ചെയ്യടോ.
അല്ല അതിപ്പോ ഞാൻ അവിടെ നിന്ന് ഉണർത്താമെന്ന് നോക്കട്ടെ കേട്ടോ ചെല്ല്. ഒന്ന് ഇങ്ങോട്ട് മാറിയേ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ആ തൊടരുത് ഞാൻ വെർജിനാ വലിയ സഹായ സാറ് ചെയ്തത്. ഇല്ലേലും ഇവിടെയും കൊണ്ട് ഞാൻ നന്ദിയൊക്കെ പിന്നെ ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുഷ്കരനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്കെന്ത് പറ്റി? ഒരു മൂഡ് ഓഫ്? പേടിച്ചു പോയോ? വാ. കിടന്നോളൂ, നേരം വൈകി. പരിചയപ്പെടലൊക്കെ നാളെ ആവാം. ആ, അങ്ങനെ നമ്മൾ വീണ്ടും ഒറ്റയ്ക്കായി. എന്തു പറ്റി? എന്തു പറ്റി? കാര്യം പറ പെണ്ണേ. nothing. പ്ലീസ് രഞ്ജി, എന്റെ മനസ്സ് വല്ലാതെ മാറിപ്പോയി. സോറി, റിയലി സോറി. സാരമില്ല, കിടന്നു. ഒന്നുമില്ല. സോറിടാ.